പ്രാചീനവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ 1,00,000-ലധികം മലയാള പുസ്തകങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി ലൈബ്രറിയിലുള്ളത്. കാലപ്പഴക്കം കാരണം ഇവയിൽ പലതും ഒന്ന് തൊടാൻ പോലുമാവില്ല. ഇതിന് പരിഹാരമായാണ് അക്കാദമി പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുന്നത്. സാഹിത്യ അക്കാദമിയുടെ സുവർണ ജൂബിലി കെട്ടിടത്തിൽ സജ്ജീകരിച്ച ആർക്കൈവൽ സ്കാനറിന്റെ സഹായത്തോടെയാണ് പഴക്കം ചെന്ന പുസ്തകങ്ങൾ സ്കാൻ ചെയ്തെടുക്കുന്നത്. മലയാളത്തിലെ ആദ്യമായി അച്ചടിക്കപ്പെട്ട കൃതി സംക്ഷേപ വേദാർത്ഥമായിട്ടാണ് ചരിത്രകാരന്മാർ പരിഗണിക്കുന്നത്. സംക്ഷേപ വേദാർത്ഥം ഉൾപ്പെടെയുള്ള പ്രാചീന കൃതികളെല്ലാം ഡിജിറ്റൽ പതിപ്പുകൾ ഏതാണ്ട് തയ്യാറായി വന്നിരിക്കും. അതിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 2-ാം ഘട്ടത്തിൽ കൂടുതൽ കൃതികൾ ഡിജിറ്റൈസ് ചെയ്യും. പകർപ്പവകാശ കാലാവധി കഴിഞ്ഞ 1967 മുമ്പുള്ള 3000-ലധികം പുസ്തകങ്ങളുടെ സ്കാനിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവ ഇനി ഇ-ബുക്കായി മാറും. ഈ പുസ്തകം എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ഡിജിറ്റൽ പേജുകളിൽ നിന്നും വിവരങ്ങൾ അനായാസം ശേഖരിക്കാം. പുസ്തകങ്ങൾ തിരയാൻ ഡിജിറ്റൽ ഇൻഡെക്സും തയ്യാറായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ 1,00,000-ഓളം വരുന്ന മുഴുവൻ പുസ്തകങ്ങളും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറും. ഇവ സാഹിത്യ അക്കാദമിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കാനുള്ള ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട്. മീഡിയ 1, തൃശൂർ.